Good morning, students. During the last classes of marketing management, we explained about various marketing concepts. Out of the marketing concepts, we broadly explained two different types like traditional marketing concept and modern marketing concept. In today's class, we propose to explain the next terminology, task of marketing management. Before entering into the various tasks of marketing management, we just introduce what is marketing management. നോർമലി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ പല ക്ലാസ്സുകളിലായിക്കൊണ്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഇഫക്റ്റീവ് ആയിക്കൊണ്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടും മാർക്കറ്റിംഗ് ട്രാൻസിഷനുമായി ബന്ധപ്പെട്ടും ഇഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വളരെ നോർമലായിക്കൊണ്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. നമുക്കറിയാം, നോർമൽ കേസസിൽ ഒരു കമ്പനി സക്സസ്ഫുൾ ആകുന്നത് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് സക്സസ്ഫുൾ ആകുന്നത് ബൈ ചാൻസിലോ അതല്ലെങ്കിൽ ബൈ ആക്സിഡൻറ്റിലോ അല്ല. വളരെ തറോലി ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടാക്ടിക്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസുകളും വളരെ ഇഫക്റ്റീവായിക്കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഓപ്പറേഷൻ ഒരു കമ്പനിക്കകത്ത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പല കമ്പനികളുടെയും മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് വളരെ സക്സസ്ഫുൾ ആയിക്കൊണ്ട് കണ്ടുവരാറുണ്ട്. അവരുടെ പ്രൊഡക്ട്സ് നല്ല രൂപത്തിലുള്ള സെയിൽസ് കിട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അവർക്ക് നല്ല രൂപത്തിലുള്ള മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. നല്ല ഗുഡ് വില്ല് അവർ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാറുണ്ട്. അറ്റ് ദി സെയിം ടൈം ചില കമ്പനിയുടെ മാർക്കറ്റിംഗ് ടാക്ടിക്സ് എന്നുള്ളത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എന്നുള്ളത് അട്ടർ ഫെയിലിയർ ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ട്സ് വളരെ പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് ഡൗൺ ആയി അബ്സല്യൂട്ടായിട്ട് പോകാറുണ്ട്. പറഞ്ഞു വരുന്നത്, മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു എല്ലാ കമ്പനിയുടെയും മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് സക്സസ്ഫുൾ ആവുന്ന ഒരു ബൈ ചാൻസിൽ അല്ലെങ്കിൽ ബൈ ലക്കിലി ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അല്ല. വളരെ കൃത്യമായ മാനേജ്മെൻറ്റ് ടൂൾസ്, മാനേജ്മെൻറ്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് ഇഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും മറ്റു മേഖലകളിലുള്ളതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ടൂൾസും മാനേജ്മെൻറ്റ് ടെക്നിക്സും മാർക്കറ്റിംഗ് ഏരിയാസിൽ അഡോപ്റ്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കുന്നതിനെ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നോർമലി ഉദ്ദേശിക്കും. ഓക്കെ, അതിൻ്റെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് സ്ലൈഡിൽ ഫസ്റ്റ് പാരഗ്രാഫായിട്ട് കോട്ട് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മീൻസ് the application of management tools and techniques in the efficient utilization of marketing resources. Once again, marketing management means the application of management tools and techniques in the efficient utilization of marketing resources. നമ്മുടെ മാർക്കറ്റിംഗ് റിസോഴ്സസിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഇഫക്റ്റീവ് ആയിക്കൊണ്ട് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. സാധാരണഗതിയിൽ ഏതെല്ലാമാണ് മാനേജ്മെൻറ്റ് ടൂൾസായിട്ട് വരാറുള്ളത് നമുക്കറിയാം. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ടൂൾസിനെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടെക്നിക്സിനെ കൃത്യമായിക്കൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് റിസോഴ്സസിലേക്ക് അഡോപ്റ്റ് ചെയ്ത് അത് ഇഫക്റ്റീവായിക്കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾസ് എന്നുള്ളത് നമുക്കറിയാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ക്യാപ്ചറിങ് ഓഫ് ഗുഡ് വില്ല്, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ രീതിയിൽ മാനേജ്മെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് ഗോൾസ് അറ്റൈൻ ചെയ്യിപ്പിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള ടെർമിനോളജി കൊണ്ട് ഇഫക്റ്റീവ്ലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെർമിനോളജി, വാട്ട് ആർ ദ വേരിയസ് ടാസ്ക് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നോർമലി യൂണിവേഴ്സിറ്റി എക്സാമിൽ ഡയറക്റ്റ് ഒരു പാരഗ്രാഫ് ലൈക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ടാസ്ക്. There are broadly 4 types of tasks of marketing management. The first one, conversational marketing task, and second one, developmental marketing task, third one, remarketing task, and fourth one, maintenance marketing task. ഈ ഒരു ക്യാപ്ഷൻ നോർമലി യൂണിവേഴ്സിറ്റി എക്സാമിന് ജനറലി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. എങ്കിൽ പോലും ഈ ഓരോ ഓരോ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ടാസ്കുകളും സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 4 ടാസ്കുകളാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കൺവേർഷണൽ മാർക്കറ്റിംഗ് ടാസ്ക്. ഈ ഒരു ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് it is required when there is a negative demand for the products.
നോർമലി ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ സർവീസിന് നെഗറ്റീവ് ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് ടാസ്ക് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ നെഗറ്റീവ് ഡിമാൻഡ് എന്നോട് മീൻ ചെയ്യുന്നത്? നെഗറ്റീവ് ഡിമാൻഡ് മീൻസ് ദ മെജോറിറ്റി ഓഫ് കൺസ്യൂമേഴ്സ് ആർ ജനറലി ഡിസ്ലൈക്സ് ദി പ്രോഡക്ട്സ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സർവീസിനോട് പൊതുസമൂഹത്തിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള മെജോറിറ്റി കസ്റ്റമേഴ്സും അവർ അതിൽ ഡിസ്ലൈക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസിനെയാണ് നമ്മൾ നെഗറ്റീവ് ഡിമാൻഡ് എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് ഡിമാൻഡ് അറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺവേർഷണൽ മാർക്കറ്റിംഗ് ടാസ്ക് അഡോപ്റ്റ് ചെയ്യുന്നത്. എന്താണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺവേർഷണൽ മാർക്കറ്റിംഗ് മീൻസ് developing plans and strategies that will convert negative demand into positive demand. നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസിനെ പറയുന്ന പേരാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് ടാസ്ക് എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിക്കൊണ്ടും പ്രൊഡക്ട്സിൻ്റെ ഒരു നെഗറ്റീവ് ഡിമാൻഡിൻ്റെ റീസൺസുകൾ എന്തായിരുന്നു, അത്തരം റീസൺസുകൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് അത് പരമാവധി റെക്ടിഫൈ ചെയ്ത് അതിനെ പോസിറ്റീവ് ഡിമാൻഡാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് ടാസ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് മാർക്കറ്റിംഗ് ടാസ്ക് ഈസ് ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് ടാസ്ക്. ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് ടാസ്ക്. ദിസ് ടാസ്ക് ഈസ് ജനറലി യൂസ്ഡ് when there is a latent demand for the products and services. ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സിന് ലാറ്റൻറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് ടാസ്ക് യൂസ് ചെയ്യുന്നത്. എന്താണ് ലാറ്റൻറ്റ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാറ്റൻറ്റ് ഡിമാൻഡ് മീൻസ് ദ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദി മാർക്കറ്റ് സ്ട്രോങ്ലി നീഡ് ഫോർ എ പ്രൊഡക്റ്റ് ബട്ട് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് നൗ. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ് but the consumers does not satisfy it because of absence of money or items is not currently available, like that. Okay, ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റിനോട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിമാൻഡ് അവർക്ക് ആബ്സെൻസ് ഓഫ് മണി എന്നുള്ള കാരണം കൊണ്ടോ അതല്ലെങ്കിൽ അത്തരം പ്രൊഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ള കാരണം കൊണ്ടോ അവർക്കത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത്തരത്തിൽ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അത് ഇപ്പോൾ അവർക്ക് നിലവിലുള്ള സാഹചര്യം വെച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഗുഡ്സ് മാർക്കറ്റിൽ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസിനാണ് നമ്മൾ ലേറ്റൻറ്റ് ഡിമാൻഡ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുന്നത്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഒരു കാർ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ മിക്കവാറും എല്ലാ ആളുകളുടെയും ഒരു ആഗ്രഹമായിക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസയർ ആയിക്കോ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അതേസമയം കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും മിക്കവാറും ആളുകൾക്ക് അതിന് പറ്റാതെ പോകുന്നൊരു റീസൺസ് എന്നുള്ളത് ഒരു 4 lakh or 5 lakh rupees മിനിമം ഇൻവെസ്റ്റ് ചെയ്ത് അത്തരം ഒരു കുറച്ചൊരു ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് നമുക്കില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ പല ആളുകൾക്കും അത് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ഡിസയറിനെ കൃത്യമായി കൊണ്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതേസമയം അവർക്ക് കാറിനോട് ആഗ്രഹമുണ്ട്, അറ്റ് ദി സെയിം ടൈം അവർക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ നിലവിലുള്ള ഈ ഒരു എമൗണ്ട് വെച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നില്ല. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് ഫോൺ പോലെ ഒരു 5000 6000 അല്ലെങ്കിൽ 10,000 കൊടുത്തുകൊണ്ട് ഫോൺ വാങ്ങിക്കാൻ മാത്രം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫോൺ വാങ്ങിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട്, അതേസമയം അവർക്കത് നിലവിലുള്ള സിറ്റുവേഷൻസിൽ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള ടെർമിനോളജിയാണ് നമ്മൾ ലേറ്റൻറ്റ് ഡിമാൻഡ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം ലേറ്റൻറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യപ്പെടാറുള്ളത്. എന്താണ് ഡെവലപ്മെൻറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് മീൻസ് ദ ടാസ്ക് ഓഫ് കൺവേർട്ടിംഗ് ലേറ്റൻറ്റ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഇൻ ടു ആക്ച്വൽ ഡിമാൻഡ്. ലേറ്റൻറ്റ് ഡിമാൻഡിനെ ആക്ച്വൽ ഡിമാൻഡായിക്കൊണ്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എക്സാമ്പിൾ ആയിക്കൊണ്ട് ടാറ്റയുടെ ഒരു
പുതിയ പരീക്ഷണമായിക്കൊണ്ട് കുറച്ച് മുമ്പ് നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. നാനോ കാർ എന്നുള്ളൊരു കാറ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. പൊതുവിൽ ഒരു 4-5 ലക്ഷം റുപ്പീസിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നൊരു കാറ് വളരെ കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം 1.something ലാക്കിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നാനോ കാർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സാഹചര്യം ടാറ്റ എന്നുള്ള കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം കാറ് പർച്ചേസ് ചെയ്യുക എന്നുള്ള ഇന്ത്യയിലെ മെജോറിറ്റി ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാറ്റൻറ്റ് ഡിമാൻഡുള്ള ടെർമിനോളജിയാണ്. ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട് എങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ പണം കൊടുത്തുകൊണ്ട് അത് പർച്ചേസ് ചെയ്യാൻ പലപ്പോഴും വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കാറുള്ളൂ. മെജോറിറ്റി ആളുകൾക്ക് അതിന് മാത്രമുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു വലിയ ലാറ്റൻറ്റ് ഡിമാൻഡിനെ ആക്ച്വൽ ഡിമാൻഡായിക്കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലോ വാല്യൂ അല്ലെങ്കിൽ ലോ പ്രൈസിന് കമ്പാരിറ്റീവ്ലി ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലാക്ക് റുപ്പീസിന് ഒരു കാറ് എന്നുള്ള ഒരു ആളുകളുടെ ഒരു ഡിസയറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആയിരുന്നു ഈ ഒരു 1.5 ലാക്ക് റുപ്പീസിന് നാനോ എന്നുള്ള കാറ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ടാസ്ക് ഈസ് റീമാർക്കറ്റിംഗ്. റീമാർക്കറ്റിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് ദിസ് ടാസ്ക് ഈസ് റിക്വയർഡ് വെൻ ദ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് വിൽ ബി ഫാളിംഗ് ഓർ ഫാൾട്ടറിങ്. നിലവിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്, ഫാളൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫാൾട്ടറിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീമാർക്കറ്റിംഗ് എന്നുള്ള ടെർമിനോളജി ഉദ്ദേശിക്കുന്നത്. എന്താ ഫാൾട്ടറിങ് ഡിമാൻഡ് എന്നോട് മെയിൻ ചെയ്യുന്നത്? ഫാൾട്ടറിങ് ഡിമാൻഡ് മീൻസ് ദ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്ട്സ് ഓർ സർവീസ് ഇസ് ലെസ് ആൻഡ് എക്സ്പെക്റ്റഡ് ടു ബി ഫർദർ ഡിക്ലൈൻ. നിലവിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഡിമാൻഡ് ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വരും ഭാവിയിൽ അത് വീണ്ടും ഫാൾ ചെയ്യാനുള്ള സാധ്യതയും മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഫാൾട്ടറിങ് ഡിമാൻഡ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫാൾട്ടറിങ് ഡിമാൻഡ്സിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീമാർക്കറ്റിംഗ് ടാസ്ക് യൂസ് ചെയ്യുന്നത്. റീമാർക്കറ്റിംഗ് മീൻസ് ടേക്കിംഗ് വേരിയസ് റെമഡിയൽ മെഷേഴ്സ് ടു റിവൈറ്റലൈസ് ദ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. നിലവിൽ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡിനെ റിവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത രൂപത്തിലുള്ള റെമഡിയൽ മെഷേഴ്സ് ടേക്കപ്പ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീമാർക്കറ്റിംഗ് എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് റിവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ദിസ് ടാസ്ക് is conducted by finding or creating new users and new users satisfaction for an existing product. നിലവിലുള്ള പ്രൊഡക്ട്സിന് പുതിയ യൂസേജസുകൾ ഉണ്ടാക്കിക്കൊണ്ട് പുതിയ യൂസേഴ്സിനെ കൂടുതലായിക്കൊണ്ട് കണ്ടെത്തിക്കൊണ്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ ഡിമാൻഡിനെ കൃത്യമായിക്കൊണ്ട് എന്ത് ചെയ്യുക, അതിനെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ റീമാർക്കറ്റിംഗ് എന്നുള്ള ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അതിന് വ്യത്യസ്ത രൂപത്തിൽ ഓഫേഴ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്ത സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഫാളൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിമാൻഡിനെ കൃത്യമായിക്കൊണ്ട് പിടിച്ചു നിർത്തി അതിൻ്റെ ഡിമാൻഡ് പോസിറ്റീവാക്കി മാറ്റുന്ന പ്രോസസ്സാണ് നമ്മൾ റീമാർക്കറ്റിംഗ് എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ മെയിൻ്റനൻസ് മാർക്കറ്റിംഗ്. ദിസ് ഈസ് റിക്വയർഡ് വെൻ ദർ ഇസ് എ ഫുൾ ഡിമാൻഡ് ഫോർ ദി പ്രോഡക്ട്സ്. ഇത് വളരെ അപൂർവം സിറ്റുവേഷൻസിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ടാസ്ക്കാണ്. ഇത് സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ പ്രോഡക്ട്സിന് നിലവിൽ എന്തുണ്ട്, ഫുൾ ഡിമാൻഡ് 100% ഡിമാൻഡ് അവൈലബിൾ ആണ്. അത്തരം സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടാസ്ക്കാണിത്. ഫുൾ ഡിമാൻഡ് മീൻസ് ദ കറൻറ്റ് ലെവൽ ഓഫ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്ട്സ് ഈസ് ഈക്വൽ ടു ഡിസൈഡ് ലെവൽ. എന്താ ഫുൾ ഡിമാൻഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്? ദ കറൻറ്റ് ലെവൽ ഓഫ് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഡിസൈഡ് ലെവൽ. നിലവിലുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ആ കമ്പനി ആഗ്രഹിക്കുന്ന അത്രയും ഡിമാൻഡ് നിലവിൽ അവർക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫുൾ ഡിമാൻഡ് എന്ന ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുൾ ഡിമാൻഡ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടാസ്ക്കാണ് മെയിൻ്റനൻസ് മാർക്കറ്റിംഗ്. Maintenance marketing means the task of continuously monitoring the demand level and maintaining it in the full level. നിലവിലുള്ള കമ്പനിയുടെ മാർക്കറ്റ് ഓപ്പറേഷൻ കൃത്യമായിക്കൊണ്ട് മോണിറ്റർ ചെയ്ത് അത് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ലെവലിൽ തന്നെ കൃത്യമായിക്കൊണ്ട് കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്
മെയിൻ്റനൻസ് മാർക്കറ്റിംഗ് എന്നുള്ള പേരിലായിക്കൊണ്ട് അറിയപ്പെടാറുള്ളൂ. സ്വാഭാവികമായിക്കൊണ്ടും അതിൻ്റെ പ്രൈസ് കൃത്യമായിക്കൊണ്ട് അപ്രോപ്രിയേറ്റ് ആയിക്കൊണ്ട് ഫിക്സ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ക്വാളിറ്റി കൃത്യമായിക്കൊണ്ട് ഇംപ്രവൈസ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ഡീലേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പല രൂപത്തിലുള്ള പ്രൊമോഷണൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുക. ഈ രീതിയിൽ കമ്പനിക്ക് നിലവിലുള്ള മാർക്കറ്റ് ഡിമാൻഡ് റെഡ്യൂസ് ചെയ്ത് പോകാതെ, ആ ഫുള്ളസ്റ്റ് ഡിമാൻഡ് റെഡ്യൂസ് വരാതെ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ രീതിയിലുള്ള വ്യത്യസ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇഫക്റ്റീവ് ആയിക്കൊണ്ട് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് മാർക്കറ്റിംഗ് എന്നുള്ള പേരിലായിക്കൊണ്ട് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ടോപ്പിക് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇൻ ദിസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.